ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഇടയ്ക്കൊക്കെ വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ സൂപ്പർ ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള വീഡിയോ. കാരണം ഞാൻ കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പം അതിന്ന് ഞാൻ കഷ്ടപ്പെട്ട ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ കൊണ്ട് ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു. അപ്പം അതിൻ്റെ വീഡിയോയും അമ്മയുടെ റിയാക്ഷൻ വീഡിയോയും പിന്നെ അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇടത് കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് അത് പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് പൊട്ടിക്കാനും പറ്റുന്നില്ല. പാവം. ആ ഒരു അക്രമ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഫോണൊന്നല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. അയ്യോ താങ്ക് യു അപ്പുകുട്ട. അഗ്രിയാരംഗം അവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഫോൺ ഏതാണെന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 4A Pro എന്ന് പറയുന്നൊരു ഫോണാണ്. നല്ലൊരു ഉഗ്രം ഫോണാണ്. ഭയങ്കര ലുക്ക് തോന്നി എനിക്കിത്. പിന്നെ അത്യാവശ്യം നല്ല ഫോണുമാണ്. കുറച്ച് നമ്മുടെ അമ്മമാർക്കൊക്കെ കുറച്ച് സ്റ്റൈലിഷായി കൊണ്ടു നടക്കാൻ പറ്റിയ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് 54,500 അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഇപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അതിനുശേഷം നത്തിങ് ഫോൺ 4B അങ്ങനെ എന്തൊക്കെയോ ഇറങ്ങിയല്ലോ. അപ്പോൾ ഇതിൻ്റെ വില എനിക്ക് കുറഞ്ഞെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ നോക്കിയിട്ടില്ല. നമ്മുടെ പണ്ടത്തെ ഫോണും നത്തിങ് തന്നെയായിരുന്നു. നത്തിങ് ഫോൺ 1 ഇല്ലേ. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ സ്ക്രീൻ ഗാർഡും കവറും ഒക്കെ വാങ്ങി. കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടിയായി ഫോൺ താഴെ വീഴുമോ പൊട്ടുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കവറൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പോവുകയാണേ. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു. ഇനി നമുക്ക് കവറും കൂടി ഇട്ട് ഫോൺ സെറ്റായി. ഇതാണ് കവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ്. പക്ഷേ ബ്ലാക്ക് ബോർഡറായിട്ട് ആ സൈഡിലൊക്കെ ബ്ലാക്ക് കളറായിട്ട് ബാക്കിയെല്ലാം ട്രാൻസ്പാരൻ്റ്, ബാക്കിലൊക്കെ ട്രാൻസ്പാരൻ്റ്. പിന്നെ ഇതിൻ്റെ ബാക്കിലും മറ്റേ നത്തിങ് 1 പോലെ തന്നെ ഒരു ഗ്ലിഫ് ലൈറ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ലേ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമൊക്കെ വയ്ക്കാം. അതായത് സാധാ ഗ്ലിഫ് ലൈറ്റ് പോലെയല്ല. നമുക്കിപ്പോൾ എന്താ പറയുക, ഇതിൽ ടൈം ഒക്കെ കാണിക്കും. പിന്നെ ചാർജിങ്, അതായത് മറ്റേ നത്തിങ് ഫോൺ 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ലൈറ്റായിട്ടല്ലേ. ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബാക്കിലെ ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ കണ്ടോ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. പക്ഷെ അത്ര ക്ലിയർ ആയിരിക്കില്ല. ഉണ്ടോ കയ്യൊക്കെ അനക്കണ കാണാൻ. അങ്ങനെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാതെ നമുക്ക് ബാക്കിൽ കൂടെ തന്നെ എടുക്കണമെങ്കിൽ ഇതിൽ നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഫോൺ നല്ല സ്റ്റൈലിഷ് ആട്ടോ. പിന്നെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് ചാനലൊക്കെ റെഡിയാക്കുന്നേ. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ ആയി വരുന്നവരെ